back and remind us. എല്ലാവർക്കും നമസ്കാരം. ബേബി ഗേൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരുന്നു. എന്താ പറയുക, ഇത് സംസാരിക്കപ്പെടേണ്ട ഒരു കഥയാണെന്ന് ഫീൽ ചെയ്തു. ഈ ഇത്തരം കഥകളൊക്കെ നമ്മൾ പത്രങ്ങളിൽ എപ്പോഴും വായിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം വാർത്തകൾ വായിക്കുമ്പോൾ ഞാൻ പേഴ്സണലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു സ്ക്രിപ്റ്റായിട്ട് സഞ്ജയേട്ടനും മരണവും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാവണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാവരും ഇതിനകത്ത് ക്യാരക്ടേഴ്സാണ്. ബേബി ഗേളും ഇതിൻ്റെ കഥയുമാണ് ഇതിൻ്റെ ഹീറോസ്. ബാക്കി എല്ലാവരും ഞങ്ങൾ ക്യാരക്ടേഴ്സാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർ മാത്രമാണ് ഞങ്ങൾ എല്ലാവരും. അപ്പോൾ ഇത് എന്താ പറയുക, പുതിയതായിട്ട് ജനിക്കുന്ന ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ടുള്ള കഥയാണ്. അടുത്ത ജനറേഷൻ്റെ കഥയാണ്. അത് സംസാരിക്കപ്പെടുന്നതാണെന്ന് ഭയങ്കരമായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാവാൻ തീരുമാനിച്ചു. Thank you. I mean, standing at this world stage and so humbly saying that you're one of the characters. Can we please have a huge round of applause? So, sir, when you first read about the script, did you think it would be so challenging? Young K2, there was a lot of cities being stopped and blocked. Like, can you take us through that experience? What was unique about this project? ഇത് വളരെ ലൈവായിട്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. എല്ലാം റിയൽ ലൊക്കേഷൻസ് ആണ്. റിയൽ ആയിട്ടുള്ള പ്രിമൈസസിൽ ഷൂട്ട് ചെയ്തു. അതിന് വേണ്ടി പെർമിഷൻസ് നേരത്തെ എടുത്ത് റിയൽ ആയിട്ട് ഇതിനകത്തുള്ള ട്രെയിൻ സീൻസ് എല്ലാം റിയൽ ആയിട്ട് എടുത്തതാണ്. പക്ഷെ ഇതിനു മുമ്പ് ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ വന്നിട്ടുണ്ട്. ലിസ്റ്റിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. അത് നമ്മൾ വളരെ ഇമോഷണലി കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ അതിനകത്ത് ഇതേപോലെ തന്നെയാണ് ഒരു കോസിന് വേണ്ടി കുറേ ക്യാരക്ടേഴ്സ് ഒരുമിച്ച് നിൽക്കുന്ന ഒരു കഥയാണ് ട്രാഫിക്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ അങ്ങനത്തെ ഒരു കഥ പിന്നീട് കേട്ടത്. അത് ബേബി ഗേളായിരുന്നു. അത് എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് മക്കളുള്ളതാണല്ലോ. അപ്പോൾ അവരെ പറ്റിയുള്ളൊരു കഥ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അത് പേഴ്സണലി ഭയങ്കര കണക്റ്റായി തോന്നി. പിന്നെ അരുണാണെങ്കിലും ഇതിൻ്റെ എല്ലാ ടെക്നീഷ്യൻസ് എല്ലാവരും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഓവർ ഒരു സിനിമാറ്റിക് അല്ലെങ്കിൽ ഒരു ഡ്രാമ പോലെ ആവാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങും അങ്ങനെയാണ്. ഇത് ഓഡിയൻസിന് കണക്ട് ആവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. Absolutely, sir. All right. So, what about the collaboration? Like you spoke about traffic, right? And nammal okay aa cinema kaanbo thane manasilavum that it's not easy to shoot and stop cities and block cities and use an entire train. So, can you talk about that unique experience where projectly you think so many of you all have to come together, work together for making that dream happen? Was that unique for you to see that, oh my God, like from 6 a.m. to 6 p.m. without eating food, like ഭക്ഷണം വരെ വിട്ടിട്ട് ആണ് ഈ ടീം ഈ പ്രൊജക്ട് ചെയ്ത ആ എക്സ്പീരിയൻസ്? അതാണ് ഈ കഥ അങ്ങനത്തെ ഒരു കഥയാണ്. ഭയങ്കര ഇമോഷണലി കണക്ട് ചെയ്യുന്ന കഥയാണ്. ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും അഭിനയിച്ചിട്ടുള്ള എല്ലാവർക്കും അത് വളരെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നും പ്രൊഡക്ഷന് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അവരുടെ ടീമും അടിപൊളിയായിരുന്നു. അരുണിൻ്റെ ഭയങ്കരമായിട്ടുള്ള പ്ലാനിങ്ങും കൃത്യമായിട്ട് ഇതിനകത്തുണ്ടായിരുന്നു. അതെല്ലാം കൂടി ചേർന്ന ഒരു ടീം എഫേർട്ടാണ് സത്യം പറഞ്ഞ ബേബി ഗേൾ. Thank you so much. I now call upon Liston sir to please join us on stage. Can we have a huge round of applause?